ഹലോ ഗൈസ്, മലയാളത്തിൽ ഇതുപോലെയുള്ളൊരു താരം ഇനി എന്തെങ്കിലും ഉണ്ടാകുമോ? ഇനി നേരത്തെ ഉണ്ടായിട്ടുണ്ടോ? എന്തോ താരമാണ്, എന്തൊരു അഭിനയമാണ് ഈ കുഞ്ഞു നക്ഷത്രം ശാലിനി. നമ്മുടെ മുത്തോട് മുത്ത് സിനിമയിലെ അഭിനയ രംഗമാണ്, നല്ലൊരു മുഹൂർത്തമാണ് നിൽക്കുന്നത്. നല്ല ഭംഗി, നല്ല ക്യൂട്ട്. അതിൽ മുത്തോട് മുത്തിൽ മേനകയുടെ ബാല്യകാലമാണ് അഭിനയിച്ചിരിക്കുന്നത്. 3 കുട്ടികളാണതിൽ ഉള്ളത്. അവർ സുകുമാരിയുടെയും പൂജപ്പുര രവിയുടെയും, അതായത് ഭവാനിയുടെയും ഗോവിന്ദൻ്റെയും മകളാണ്. അതിൽ ആച്ചിയമ്മ, ആച്ചിമോൾ, അശ്വതിയുടെ ചുരുക്കപ്പേരാണ് ആച്ചി. അതിൽ അവരെല്ലാവരും ആച്ചിയെന്നും ആച്ചിയമ്മയെന്നും ആച്ചിമോൾ എന്നൊക്കെയാണ് വിളിക്കുന്നത്, അശ്വതി. അപ്പോൾ അതിലെ അഭിനയം അടിപൊളി നല്ല മുഹൂർത്തം തന്നെയാണതിൽ അഭിനയിച്ചിരിക്കുക. എന്താണ് ഈ താരം, ഇതിൻ്റെയൊക്കെ ഹെയർ സ്റ്റൈലും. ഒരു കാലത്ത് 80കളിൽ മലയാള സിനിമയുടെ ഒരു താരം, ഒരു സുവർണ്ണ താരം, ഒരു കളക്ഷൻ തന്നെ ഈ ശാലിനിയെ ബേസ് ചെയ്തുകൊണ്ടുള്ളതായിരുന്നു അന്നത്തെ സിനിമ. മമ്മൂട്ടിയുടെയും സരിതയുടെയും ഒക്കെ മകളായിട്ട് അഭിനയിക്കുകയൊക്കെ ചെയ്യുന്ന രംഗം അടിപൊളി രംഗമായിരുന്നു. ഇതിനകത്ത് ശങ്കർ മേനക കൂട്ടുകെട്ടിൽ അതിലെ ബാലതാരമായിട്ട് അഭിനയിക്കുന്നു. മിന്നും താരമായിട്ടാണ് ഇതിൽ ഈ കുട്ടിയുടെ ഓരോ പെർഫോമൻസും, പ്രകടനം, അഭിനയം ഒക്കെ മികച്ചത് തന്നെയാണ് ഈ സിനിമയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തോ ഒരു അഭിനയം, എന്താ വൈഭവം, എന്താ മുത്തോട് മുത്ത് തന്നെയാണിത്. ഇതിൻ്റെ അഭിനയം ജൂനിയറായിട്ട് അഭിനയിക്കുമ്പോൾ എന്തൊരു ക്യൂട്ട്നെസ്സാണ്. അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, കൊച്ചമ്മേ, അപ്പം ഗോപിയുടെ അമ്മയെ വിളിക്കുന്നത്, മാലതിയെ വിളിക്കുന്നത് കൊച്ചമ്മേ, ഞാൻ വീട്ടിലെല്ലാ ജോലിയും ചെയ്യും, ഞാൻ അടുക്കള ജോലി ചെയ്യും, ഞാൻ വെള്ളം കൊണ്ടുവരും, ഞാൻ തീയരിക്കും എന്നൊക്കെ പറയുന്ന രംഗങ്ങളൊക്കെ. അപ്പോൾ ആ ഗോപിയുടെ അമ്മ ചിരിക്കുന്ന ഒരു ചിരിയുണ്ട്. നീ എന്ത് ചെയ്യാനാ, നീ ഒന്നും ചെയ്യണ്ട, നീ ഗോപിയുടെ കൂടെ ഇവിടെ നിന്ന് കളിച്ചാൽ മതി, സ്കൂൾ വിട്ട് കഴിഞ്ഞ് വരുമ്പോൾ നിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ വരുമ്പോഴത്തേക്ക് നിനക്ക് പോകാം. അപ്പം സുകുമാരി പറയുന്നുണ്ട്, എന്താണ്, ഈ പെണ്ണിന് നല്ല ബുദ്ധിയാണ് ഈ കൊച്ചിന് എന്ന് പറയുന്ന പോലെ. പിന്നെ അതുപോലെ തന്നെ അവരുടെ കൂടെ കളിക്കുന്നതാണ് മാലതിയുടെ ഇളയ സഹോദരനായ അനിലേട്ടൻ. ഈ അനിലേട്ടനാണ് വലുതാകുമ്പോൾ ശങ്കറിൻ്റെ ജൂനിയറായിട്ടാണ്, ബാലതാരമായിട്ട് ഒരു കുട്ടിയുണ്ട്, അനിലേട്ടൻ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അത് അടിപൊളി രംഗമാണ് അനിലേട്ടനുമായിട്ടുള്ള രംഗങ്ങൾ. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ എടുത്തിട്ടിരിക്കുന്നത് അനിലേട്ടൻ്റെ വിവിധ കുസൃതികളൊക്കെയുണ്ട്. അനിലേട്ടൻ വെള്ളത്തിൽ ചെന്ന് ചാടാൻ തുടങ്ങിയാണ്. വെള്ളത്തിൽ ഞാൻ കുളത്തിലെടുത്ത് ചാടുക. അയ്യോ അനിലേട്ടാ, ചാടല്ലേ, ആ കുഞ്ഞു കൈ, ആ ബബിളു കൈയും ആ ബോഡിയൊക്കെ വെച്ചുകൊണ്ട് പറയുന്നൊരു പറച്ചിലുണ്ട്, അയ്യോ ഓടി വരണേ അനിലേട്ടൻ വെള്ളത്തിൽ ഇറങ്ങുന്നേ. അപ്പോൾ അനിലേട്ടൻ പെട്ടെന്ന് കൈ നീട്ടും. അപ്പോൾ അനിലേട്ടൻ്റെ അടുത്ത് മുണ്ട് തോർത്തിട്ട് കൊടുക്കുമ്പോൾ അനിലേട്ടൻ കളിയാക്കും. അപ്പോൾ അനിലേട്ടൻ ഞാൻ രക്ഷപ്പെടുത്തിയില്ലയോ എന്ന് പറഞ്ഞ് കുണുങ്ങി നിൽക്കുന്ന ഒരു രംഗമാണ് അത്.